ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൂടെ ഇവർ പിരിഞ്ഞോ എന്നുള്ളൊരു സാധനമാണ് ന്യൂസ്. ഓൺലൈൻ ന്യൂസ് തുറന്നാൽ ആ ഒരു ഇതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ടോക്കിംഗ് ന്യൂസോ കാണുന്ന സമയത്ത് ആ ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വരാറുണ്ടോ? ചിരി വരാറേ ഉള്ളൂ. കാരണം സന്നിധിനും അത്യാവശ്യം അഭിനയിക്കും. ഈ പറഞ്ഞ എല്ലാ പരിപാടിയും വളർന്നെങ്കിൽ വലുതേ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കും, അത്യാവശ്യം ഡാൻസ് കളിക്കും, പിന്നെ അത് അഭിനയം, അതേപോലെ ഇങ്ങനത്തെ ഫാഷൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇൻ ദ സെൻസ് ഇങ്ങനെ കഷ്ടപ്പെടുക ഓരോ ഡയറക്ടറിനെ ഇപ്പോൾ മീറ്റ് ചെയ്യുക, അവനെ കാണാൻ അങ്ങനത്തെ ഉള്ള എല്ലാ ലൈക്ക് സ്റ്റുഡിയോവും കയറി ഇറങ്ങി പടം കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ഈ ഒരു ടൈപ്പ് എങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? രീതിക്ക് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ മലയാളത്തിലാണെങ്കിൽ തമിഴിലാണെങ്കിലും നമ്മുടെ കയ്യിൽ ടാലൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിയ വില ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 10 കോടിൻ്റെ താഴെ വെച്ച് ബഡ്ജറ്റ് എടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് 100 കോടി മേലെ കടന്നു പോയ സിനിമ മലയാളത്തിലുണ്ട്. അവിടുത്തെ റിവ്യൂ കുഴപ്പം ഞാൻ എന്നിട്ട് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചു, സാർ എന്താ അവസ്ഥ? അഭിഷേക് കൊള്ളാം സാർ, ആണോ? ഓക്കെ ഫൈൻ. ബാക്കിൽ നമ്മുടെ മൂവിയുടെ പോസ്റ്ററുണ്ട്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ മാറി നോക്കുന്നുണ്ടായിരുന്നു. ഇയാളല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. ഹായ്, ഹലോ ഓൾ, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു കിഡിലൻ ഡാൻസറാണ് ആൻഡ് ഓൾസോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്ടറാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആനന്ദപുരം ഡയറീസ് എന്ന ഒരു സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അഭിഷേക്. ഹായ്. ഹായ്. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നു. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആനന്ദപുരം ഡയറീസ് വെച്ച് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ആനന്ദപുരം ഡയറീസ് ആക്ച്വലി അതിൻ്റെ ഡയറക്ടർ നമ്മുടെ ജോസ് സാർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു മൂവി മലയാളത്തിന്, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്, അങ്ങനെയാണ് ഡയറക്റ്റ് പുള്ളിക്കാരൻ തന്നെ വിളിച്ചത്. അപ്പം അതേ എങ്ങനെയാണ് അബീനെ കണ്ടെത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് പേര് എനിക്ക് അറിയാം, ലൈക്ക് ഇൻ ദ സെൻസ് മൂവിയിലുള്ളത്. അതല്ലാതെ പുള്ളിക്കാരന് പെർഫോമൻസ് വൈസ് 2-3 എൻ്റെ ലൈക്ക് വെബ് സീരീസ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും പിന്നെ ഈവൻ ഇൻസ്റ്റാഗ്രാം പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി. പിന്നെ ഡയലോഗ് ഡെലിവറി കാണുകയാണെങ്കിൽ വെബ് സീരീസ് അങ്ങനെ അത് കണ്ടിട്ടാണ് വിളിച്ചത് സംഭവം. ഓക്കെ. അപ്പം ഈ ഒരു ക്യാരക്ടറിനെ പറ്റി, ഹരി എന്നുള്ള ക്യാരക്ടറുണ്ട്. അപ്പം ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ നരേഷൻ കേട്ടപ്പം എന്താ തോന്നിയത്? എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിരുന്നോ? എനിക്ക് ആക്ച്വലി മലയാളം മൂവി ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണമെന്ന് നല്ല രീതിയിൽ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് തമിഴ് മൂവീസാണ്. അപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി നല്ലൊരു കോൺഷ്യസ് ആയിട്ട് വേണം ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം നല്ല പേടിയുണ്ട് മലയാളം മൂവി ചെയ്യാൻ. കാരണം ചുമ്മാ അങ്ങ് ചെയ്ത് വിടാൻ പറ്റില്ല. പിന്നെ നമുക്ക് മൂവി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി ആദ്യം വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇപ്പം എന്നെ ലൈക്ക് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മൂവിയിൽ ക്യാരക്ടറായിട്ട് എനിക്കിപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ക്യാരക്ടർ ബേസിക്കലി ഒരു മൂവിയിൽ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ മൂവിക്ക് എഫക്റ്റ് ആവണം. ഇപ്പം ഈ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ ഇല്ലയെന്ന് വെച്ചാൽ ആ മൂവി എഫക്റ്റ് ആവണം. ആ ക്യാരക്ടർ തൂക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മൂവിക്കൊന്നും ആവുന്നില്ല പറഞ്ഞ് പിന്നെ ആ ക്യാരക്ടറിന് ആവശ്യമില്ല സിനിമയിൽ. സോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ക്യാരക്ടർ ആ പടത്തിൽ ഇല്ലെങ്കിൽ ആ പടം എഫക്റ്റ് ആവും, പണി കിട്ടും. സോ നല്ലൊരു ക്യാരക്ടറായിരുന്നു. കാരണം കുറേ വേരിയേഷൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. കാരണം ത്രൂ ഔട്ട് ഒരൊറ്റ ക്യാരക്ടറിൽ അങ്ങനെയല്ല, ഒരു ട്രാവൽ ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടർ ഒരു സിറ്റുവേഷന് വേറൊരു രീതിയിലേക്ക്. സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ പിന്നെ ക്രിറ്റിസിസം പേടിയാണോ? അത് കുറെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മീന ചേച്ചിയുടെ കൂടെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം
നമ്മൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു ആക്ട്രസ് ആണ്, അത്രയും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം മീന ചേച്ചിയുടെ കൂടെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ നെർവസ്നെസ്സോ, കാരണം നമ്മളെന്തായാലും ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണുള്ളത്. അപ്പം അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്യും, അതും ചില്ലറ സീനൊന്നുമല്ല, റാഗിങ് സീനാണ്. അപ്പം അങ്ങനെയുള്ള സീനൊക്കെ ചെയ്യുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? ഇല്ല, കാരണം എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക പറഞ്ഞതിന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കുറേ കാലമായിട്ട് ഇപ്പം നമ്മൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോഴും വേറെ സീൻ ചെയ്യുമ്പോൾ അവർ കയറി ഇങ്ങനെ ലൈക്ക് ഞാൻ തന്നെ പോയി കാണിച്ചു കൊടുക്കാം. അപ്പം അങ്ങനത്തെ എനിക്ക് സെറ്റിലില്ല ക്യാമറ ഫിയറോ അങ്ങനെയല്ല. പിന്നെ മീനമാൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ നെർവസ് ക്യാമറ ഫിയർ അങ്ങനത്തെ അല്ല. പക്ഷെ ഒബ്വിയസ്ലി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പുള്ളിക്കാരി എങ്ങനെയാണെന്നുള്ളത്, പക്ഷെ എനിക്കൊരു 5 മിനിറ്റ്സിൽ പുള്ളിക്കാരി ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാമെന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല ചില്ല, കാം ആൻഡ് സ്വീറ്റ്. അപ്പം ഓക്കെ ആയി പെട്ടെന്ന്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതുണ്ടാവും, പക്ഷെ അത് ഞാൻ അങ്ങനെ അധികം കാര്യമാക്കാറില്ല. കാരണം എനിക്ക് മൂവി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ലൈക്ക് കൈൻഡ് ഓഫ് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. അപ്പം നമ്മൾ ഓരോ സെക്കൻഡ് ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോൾ എൻജോയ് ചെയ്തിട്ട് നിൽക്കാറ്. അപ്പം ടെക്നിക്കൽ സൈഡിൽ നിന്നാണ് അവയുടെ സ്റ്റാർട്ടിങ്. ആ ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? അതിപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് കുറേ വർഷം മുന്നേ, ഒരു 8-9 കൊല്ലം മുന്നേ, നമ്മുടെ ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ ആ സമയം തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് ഇതൊന്നും അങ്ങനെ അധികം ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് തുടങ്ങുന്നത്. ലൈക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഷോർട്ട് ഫിലിം എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ഫിലിം തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ അതിൽ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യല്ലേ. പിന്നെ കുറച്ചത് ഡെവലപ്പായി, വെബ് സീരീസ് കാര്യങ്ങളായി, മൂവിയായി. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്. ഇത് ഈ ക്യാമറ കാര്യങ്ങൾ അത്യാവശ്യം ഒക്കെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അത്യാവശ്യം. എന്നാലേ ലൈക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മൂവി ഫീൽഡിൽ എല്ലാ കാര്യങ്ങളും ഒരുവിധം അറിഞ്ഞാൽ ആസ് ആൻ ആക്ടർ ആണെങ്കിലും ടെക്നിക്കലാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രെയിം വെക്കുന്ന സമയത്ത് അത് ലെൻസ് നോക്കിയപ്പോൾ വൈഡ് ആണെങ്കിൽ എത്ര കൊടുക്കണം, മിഡ് ആണെങ്കിൽ എത്ര കൊടുക്കണം എന്നൊക്കെ അത്യാവശ്യം അങ്ങനത്തെ ബേസിക് നോളജ് നമുക്ക് അറിഞ്ഞിരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ആസ് ആൻ ആക്ടർ. ഓക്കെ, അതുപോലെ ഒരു 8 വർഷത്തെ ട്രാവലിന്റെ ഈ ഒരു ഫീൽഡിലേക്കുള്ള ട്രാവലിന്റെ ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ആ ഒരു ട്രാവല് ഇപ്പം മൂവി ഫീൽഡിലേക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഈ ഒരു ഏജിലുള്ള ഒരു ബോയിനെ ഒരുപാട് പേരുണ്ടാവും പിന്തിരിപ്പിക്കാനായിട്ട്. ഈ നടക്കൂല, ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നോട്ടുള്ള ചടുവലി ഉണ്ടായിട്ടുണ്ടോ? ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര കുറേ ഡൗൺ ആവും. കാരണം ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ മൂവി ഫീൽഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി വീട്ടുകാരൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഭയങ്കര പേടിയുണ്ടാവും. ആദ്യം പിള്ളേർ നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുമ്പോൾ ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കാര്യം സീരിയസ് ആകുന്ന സമയത്ത് അവർക്ക് പേടിയാണ് ഈ ഫീൽഡിൽ അങ്ങനെ എങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് തിങ് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവരെ ഒന്ന് ബോധിപ്പിക്കാൻ നല്ല പണിയായിരുന്നു. ഇൻ ദ സെൻസ് വീട്ടുകാരെ ലൈക്ക് അവർ സപ്പോർട്ടാണ്. പക്ഷേ ഒബ്വിയസ്ലി ആരിന് വീട്ടുകാരാണെങ്കിൽ ഇതൊരു പ്രോപ്പറായിട്ട് എങ്ങനെ എത്തും എവിടെ എത്തുന്ന ഒരു ഉറപ്പില്ലാത്തൊരു നൂലുമേലിൻ്റെ കളിയാണെന്നുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും പേടിക്കും അവരുടെ കൺസേൺ വൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നേറ്റീവ് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ അവിടെ കൊച്ചിയിലുള്ള അത്ര ഇതില്ല അവിടെ ഒബ്വിയസ്ലി. ഇപ്പം ഞാൻ ഇപ്പം റീൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തടക്കം നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇവൻ പാരൻസിനടുത്ത് പറയുന്ന രീതി ആയാലും ഭയങ്കര അലമ്പായിരുന്നു. ലൈക്ക് നമ്മളെ നല്ല ഏത് വഴിക്ക് പോയാലും നന്നാവാൻ വിടില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പിടിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ഡൗൺ ആക്കാൻ നോക്കും. നമ്മൾ മാക്സിമം എത്ര മേലെ കയറാൻ വന്നാലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്നും ശരിയാവില്ല, വീട്ടുകാർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു 2-3 കൊല്ലം ബാംഗ്ലൂർ വർക്ക് ചെയ്യാനും പോയായിരുന്നു. ലൈക്ക് അത് ഞാൻ ചെയ്തൊരു അബദ്ധമായിരുന്നു. ഇൻ ദ സെൻസ് ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ ഇടയിൽ ഞാൻ ഫുൾ ബ്രേക്ക് ഇട്ടിട്ട് എനിക്ക് കോൺടാക്ട്സ് മൊത്തം കുറേ പേരായിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഞാൻ ഒരു പോയിന്റിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല എന്നല്ല, പാരൻസ് ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ടെൻഷനും ലൈക്ക് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഭയങ്കര പറഞ്ഞപ്പോൾ ഞാൻ അവർ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓഫ് ദി പോയിന്റ് ശരി പറഞ്ഞ് പോയി. പക്ഷെ 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇവൻ എൻ്റെ മാനേജർ മലയാളിയായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ പുള്ളിക്കാരെന്ന് പറഞ്ഞു, അഭിഷേക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിൻ്റെ പണി ഇതല്ല, നിനക്ക് പറ്റിയതല്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി. കാരണം പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്ന അത്ര വയസ്സായില്ല. അപ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പം ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കാര്യം ഇൻഡിവിജ്വലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കപ്പ് പ്ലാൻ നമുക്കില്ല. അപ്പോൾ എന്നെ ബേസ് ചെയ്തിട്ട് ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കാത്തൊരു പേഴ്സണാണ്.
അപ്പോൾ നമ്മൾ ചിലവർ പറയും ഇപ്പോൾ മൂവി കിട്ടിയാൽ നല്ലത്, അല്ലെങ്കിൽ വേറെ പണി. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ ഒരു പണിയില്ല. മൂവി അത് കിട്ടിയാൽ അതിനുള്ളിൽ തന്നെ കിടന്ന് ആ ഒരു ലൂപ്പിൽ തന്നെ കിടന്ന് കറങ്ങാനാണ് എനിക്കിഷ്ടം. യാ. അപ്പം ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇപ്പം മലയാളത്തിൽ അനന്തപുരം ഡയറീസ്, അപ്പം അതുപോലെ ആസ് ആൻ ആക്ടർ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ വന്നിട്ട് അഭിനയത്തെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് ഫീലിംഗ്? ഓക്കെ, ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തി, ഞാൻ അച്ചീവ് ചെയ്യാൻ. ഒബ്വിയസ്ലി വിചാരിച്ച സ്ഥലം എവിടെ എത്തിയിട്ടൊന്നുമില്ല. ലൈക്ക് ബേസിക്കലി എനിക്ക് മലയാളം മൂവി ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫ്ലോസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അത് ചെയ്യുന്ന ഫസ്റ്റ് ഇപ്പോൾ മലയാളം മൂവി ചെയ്യുന്ന സമയത്ത് ഒരു അത്രയും പ്രോമിനൻ്റ് ആയിട്ടൊരു റോള് അത്രയും സീനിയർ ആർട്ടിസ്റ്റിനൊപ്പം ചെയ്യാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടില്ല. നാട്ടിൽ ഇപ്പോൾ പറഞ്ഞത് ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 90 പേര് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ എത്ര പേര് സക്സസ് ആവണു, അല്ല അറ്റ്ലീസ്റ്റ് എത്ര പേര് മൂവി ചെയ്തിട്ട് റിലീസാക്കാൻ പറ്റാതെ എത്രത്തോളം കഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ മൂവി ഇനിയും 2 മൂവി റിലീസായിട്ടില്ല, 2 വർഷം മുമ്പ്. അല്ല, തമിഴ്. അപ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂവി ചെയ്തിട്ട് അത് റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഐ എം ഹാപ്പി. പക്ഷേ എവിടെ എത്തിയിട്ടില്ല, ഇനി കുറേ കാര്യങ്ങൾ എത്താനുണ്ട്, ഒരുപാട് കയറാൻ. എന്തായാലും എത്തും. ഓക്കെ. അപ്പം അനന്തപുരം ഡയറീസ് കണ്ടിട്ട് കേട്ടൊരു നല്ല കമന്റ് എന്തായിരുന്നു? അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നാണ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ ബ്രദർ. അപ്പോൾ പുള്ളിക്കാരൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കുറേ വർഷം ചെന്നൈയിൽ പോയി ഇരുന്ന് നല്ല രീതിയിൽ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഫാമിലിയിൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ സിനിമ ആക്ച്വലി തിയേറ്ററിൽ വരില്ല. പുള്ളിക്കാരൻ കുറേ വർഷമായിട്ട് ഈ ഫീൽഡിൽ മാറി നിന്നിട്ട് അങ്ങനെ മൂവീസ് തിയേറ്ററിൽ വരാറില്ല. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഒരു 10 വർഷമോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരൻ തിയേറ്ററിലേക്ക് വരുന്നത്. അത് ഞാൻ വിളിച്ച കാരണമാണ് വരുന്നത്. അപ്പോൾ മാമൻ വന്ന് കണ്ടു, പടം കണ്ട ശേഷം പറഞ്ഞു ലൈക്ക് ഇങ്ങനെ. കാരണം പുള്ളിക്കാരൻ ആദ്യമായിട്ട് മൂവിയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ആ പടത്തിലിട്ട കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്ത ക്യാരക്ടർ ഭയങ്കര സിമിലർ ആയിരുന്നു. അപ്പം എന്നോടിങ്ങനെ പറഞ്ഞായിരുന്നു ലൈക്ക് എന്നെക്കൊണ്ട് പറ്റാത്ത പരിപാടി ലൈക്ക് നീ ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്, നിന്നിലൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എടുത്തു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ആ ഒരു കാര്യം നല്ലൊരു ഇതാണ്. കാരണം ബാക്കി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ പോയി സിനിമ ഞാൻ വിളിച്ചോർണം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആക്ച്വലി പുള്ളിക്കാരൻ വേറെ എവിടേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു, വന്നു, കണ്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഓക്കെ. പിന്നെ ഈ ഒരു ഇപ്പം സിസ്റ്റർ ആയാലും അക്ഷയ ആയാലും അഭി ആയാലും ഈ ഒരു ഫീൽഡാണ്. അപ്പം ഈ ഒരു മാമൻ്റെ അടുത്ത് തന്നെയാണോ നിങ്ങൾക്ക് മൂവി ഫീൽഡ് എന്നുള്ളൊരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അല്ല, ഇതിപ്പോൾ അതൊരു നെഗറ്റീവ് തിങ്സ് ആണ്. കാരണം പുള്ളിക്കാരൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു സംഭവം എല്ലാ ഫാമിലിനുള്ളിലും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത്രയും ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി മോഡലായിരുന്നു. ഏത് കാലത്ത് അറിയോ, നമ്മളൊന്ന് ജനിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ ലൈക്ക് മിസ്റ്റർ കേരള അതിനൊക്കെ വേണ്ടി പുള്ളിക്കാരൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നിന്നൊരു ആർട്ടിസ്റ്റായിരുന്നു ഇൻ ദ സെൻസ്. പക്ഷേ ഇങ്ങനെ ആയിപ്പോയ സിറ്റുവേഷൻ. അപ്പോൾ അതെല്ലാവർക്കും പേടിയാണ്. പിന്നെ കാരണം മാമൻ അത്യാവശ്യം ഡാൻസ് ചെയ്യുമായിരുന്നു, അത്യാവശ്യം വരയ്ക്കും, അത്യാവശ്യം അഭിനയിക്കും. ഈ പറഞ്ഞ എല്ലാ പരിപാടിയും വളർന്നെങ്കിൽ വലുതായി കൊണ്ട് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കും, അത്യാവശ്യം ഡാൻസ് കളിക്കും, പിന്നെ അത് അഭിനയം, അതേപോലെ ഇങ്ങനത്തെ ഫാഷൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പേടിയിലേക്ക് ഇതേപോലെ ആയിപ്പോവോ എന്നുള്ള സെയിം. അപ്പോൾ അങ്ങനെ ആയി പോവില്ല എന്നുള്ളൊരു കാര്യം നമ്മളെ കൊണ്ട് പ്രൂവ് ചെയ്യണമല്ലോ. കാരണം ആ സമയത്തെന്ന് പറയുമ്പോൾ ഇത്രയും ഒരു വൈഡായിട്ടുള്ളൊരു വിസിബിലിറ്റി ഇല്ല അന്ന് കാലത്തെന്ന് പറഞ്ഞ ഒരു നമ്മളെ ഷോക്കേസ്. ഇപ്പം നമുക്ക് എന്തോരം പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഭാഗ്യമാണ് ഇപ്പോൾ ഉള്ള സമയത്ത്. പക്ഷെ അന്ന് ഇത്ര ഇല്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം പുള്ളിക്കാരൻ അത്ര വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് ഇങ്ങനെ കഷ്ടപ്പെടുക ഓരോ ഡയറക്ടറിനെ ഇപ്പോൾ മീറ്റ് ചെയ്യുക, അവനെ കാണാൻ അങ്ങനത്തെ ഉള്ള എല്ലാ ലൈക്ക് സ്റ്റുഡിയോവും കയറി ഇറങ്ങി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പരിപാടി. കാരണം ഒരു സാധനം പ്രോപ്പറായിട്ട് നമ്മൾ ഹിറ്റാവുന്ന വരെ നമ്മൾ ഇങ്ങനെ കിടന്ന് ട്രൈ ചെയ്തതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷെ വി ഹാവ് ടു ഡു. അപ്പം തമിഴ് ഫിലിമിലാണ് ഫസ്റ്റ് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായിരുന്നു, ഇപ്പം മലയാളിയാണ് ബേസിക്കലി, എങ്ങനെയായിരുന്നു തമിഴിലേക്കുള്ള ഒരു കണക്ഷൻ? ഞാൻ കോളേജ് പഠിച്ചതൊക്കെ ആക്ച്വലി തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ കേരളത്തിലില്ല. അപ്പോൾ +2 2000
14 ആ ഒരു സമയം തൊട്ട് 14-15 ആ ഒരു സമയം തൊട്ട് ഞാൻ ഫുൾ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അവിടുത്തെ കോണ്ടാക്റ്റ് ബിൽഡാകുന്നതും. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, അവിടുത്തെ ഇൻഡസ്ട്രിയുടെ കുറച്ചും കൂടെ ഭയങ്കര വലുതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എത്ര പ്രൊഡക്ഷൻ ഹൗസ് ഇത്ര ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര വലുതാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരെ നേരെ പിച്ച് ചെയ്യാൻ പറ്റിയത് അവിടെയായിരുന്നു. പിന്നെ എൻ്റെ ടാലൻറ്റ് റിയലൈസ് ആദ്യം ചെയ്തിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും തമിഴ്നായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് മലയാളം മൂവി പറയുമ്പോൾ അത്രയും സ്പെഷ്യലാണെന്നറിയാം. അപ്പോൾ മലയാളം മൂവി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ലൈക്ക് പക്ഷെ തമിഴാണ് ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പം എനിക്ക് മൂവി എന്ന് പറഞ്ഞാൽ മലയാളം ഇല്ല, തമിഴൊന്നുമില്ല, ഏതായാലും മൂവിയാണ്. ഈ ക്യാമറയ്ക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അപ്പം മൊത്തം അതിന് ഇപ്പം എക്സാമ്പിൾ അല്ലേ മഞ്ഞുമേൽ പോയി ഇപ്പം അവിടെ കിടന്ന് എമ്മാരി കളിച്ചോണ്ടിരിക്കുന്നത്. പടം കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ഈ ഒരു ടൈപ്പ് എങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? എങ്ങനത്തെ പടം? എനിക്ക് ആക്ച്വലി കൂടുതൽ ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇൻ ദ സെൻസ് ഹീറോ അങ്ങനത്തെ ഇതൊന്നും ലൈക്ക് ചെയ്യൂല എന്നല്ല, എല്ലാം എനിക്കൊരു ക്യാരക്ടർ ബേസ് വേണം. ലൈക്ക് ഇപ്പോൾ ഒരു ഹീറോ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിനൊരു ഇത് വേണം. അങ്ങനത്തെ ഒരു സ്റ്റോറി. അപ്പോൾ ഏതാണെങ്കിലും ഏത് ജോണറാണ് എനിക്കിപ്പോൾ താല്പര്യമുണ്ട് ചെയ്യാൻ നല്ല രീതിയിൽ. തമിഴ് ഇൻഡസ്ട്രിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ മലയാളത്തിലും വന്നു. രണ്ട് ഇൻഡസ്ട്രി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഡിഫറെൻ്റ് ആണ്. എന്നാലും ഒരു ഫസ്റ്റ് ആസ് ആൻ ആക്ടർ ആയാലും ഒരു ടെക്നീഷ്യൻ ആയിട്ടാണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിൽ പോയപ്പോഴും മലയാള ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴും ഫീൽ ചെയ്തൊരു ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഇപ്പം നമ്മളെ സിനിമ എങ്ങനെയാണോ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ഒരിക്കലും ഈ മലയാളം തമിഴ് വെച്ചിട്ടല്ല. ഇപ്പം നമ്മുടെ ടാലൻറ്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുക. അതിപ്പോൾ ഏത് മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഇഫ് യു ഹാവ് എ ടാലൻറ്റ് അവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ മലയാളത്തിലാണെങ്കിൽ തമിഴിലാണെങ്കിലും നമ്മുടെ കയ്യിൽ ടാലൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പട്ടിയ വില ഉണ്ടാവുള്ളൂ പ്രോപ്പറായിട്ട്. അല്ല എന്ന് പറഞ്ഞാൽ നല്ല ടാലൻറ്റ് ഉണ്ട്, നമ്മുടെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് നല്ല രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക. അതായത് ഇപ്പം മലയാളത്തിൽ വന്ന കുറേ ആക്ടേഴ്സ് തമിഴിലേക്ക് പോകുന്നുണ്ട്, അവിടെയാണ് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നോക്കുമ്പോൾ തമിഴിൽ നിന്നാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത്, ആ ഒരു ഇൻഡസ്ട്രി കുറച്ചുകൂടെ സ്നേഹത്തിൽ. അങ്ങനെയല്ല ഇത് നമ്മുടെ ഇപ്പം മലയാള ഇൻഡസ്ട്രി ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ എത്ര വലിയ എന്തൊക്കെ പറ്റുമോ അമ്മാരി നമ്മുടെ മലയാള ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ട്. തമിഴിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സും ഇവർ പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഒരുപാടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഒരുപാടുണ്ട് കമ്പാരിറ്റീവ്ലി. ഇവിടെ ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം നമ്മുടെ ഇവിടെ എത്ര പടം ഇറങ്ങുന്നു അവിടെ എത്ര പടം നോക്കുമ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ എക്സ്പോഷർ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളക്ഷൻസ് ഏത് മൂവി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ 10 കോടിൻ്റെ താഴെ വെച്ച് ബഡ്ജറ്റ് എടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് 100 കോടി മേലെ കടന്നു പോയ സിനിമ മലയാളത്തിലുണ്ട്. 100 കോടിക്ക് പടം എടുത്തിട്ട് 100 കോടി അടിക്കുന്നതും 10 കോടിയിൽ എടുത്തിട്ട് 100 കോടി അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മെയിനായിട്ട് ഓഡിയൻസ് ഇപ്പോൾ ഇന്ത്യ മൊത്തമായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ഓഡിയൻസ് ഇപ്പോൾ ബോളിവുഡ് ആ രീതിക്ക് കുറേ ഓഡിയൻസ്, കാരണം അത്രയും ക്രൗഡ് പോപ്പുലേഷൻ അതായതുകൊണ്ട് അവർക്ക് റിലീസും ഈ എല്ലാ സ്റ്റേറ്റിലും ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന ഇന്ത്യയിൽ കുറച്ച് കേരളം മാത്രമേ ഉള്ളൂ. പക്ഷെ മലയാളികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും മലയാളികളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ മൂവി എത്തും. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത്. ഇപ്പോൾ ഈ ആനന്ദപുരം ഡയറീസ് ആക്ച്വലി UK റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് UK വന്നത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ സർപ്രൈസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ അവിടുത്തെ റിവ്യൂ ആയപ്പോൾ ഞാൻ എന്നിട്ട് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച്, സാർ എന്താ അവസ്ഥ? അഭിഷേക് കൊള്ളാം സാർ ആണോ, ഓക്കെ ഫൈൻ. കാരണം അവിടെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു UK. പുറത്തൊക്കെ അങ്ങനെ റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് അവിടുന്ന് നമ്മളെ അറിയാത്ത ആളുകളൊക്കെ വിളിച്ചിട്ട് പറയാറില്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അത് എനിക്ക് ആക്ച്വലി ഇപ്പം നോർമലി ഇപ്പോൾ ഡാൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും നമ്മളെ ലൈക്ക് കൊള്ളാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 1-2 കേസസിലാണ് ലൈക്ക് ഇങ്ങനെ ജെന്യൂനായിട്ട് വിളിച്ചിട്ട്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ പടം കാണാൻ പോയായിരുന്നു. ഇപ്പം ഒബ്വിയസ്ലി പാലക്കാട് പോയി കാണാൻ പോയായിരുന്നു ഫാമിലിയുടെ ഒപ്പം. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ബാക്കിൽ നമ്മുടെ മൂവിയുടെ പോസ്റ്ററുണ്ട്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട്
ഒരു ചേട്ടൻ ഇങ്ങനെ 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 മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഈ ആളല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് അതെ. അപ്പോൾ ഇനിയും കൊള്ളാട്ടോ. ലൈക്ക് ഫസ്റ്റ് പുള്ളിക്കാരൻ ഞാൻ ഡാൻസർ എന്നൊന്നും അറിയില്ല, കാരണം എൻ്റെ ഓഡിയൻസേ അല്ലായിരുന്നു. ലൈക്ക് എനിക്ക് എന്നെ മുന്നേ ഫോളോ ചെയ്യുന്ന ആളല്ല. ഫസ്റ്റ് ആയിട്ട് എന്നെ കാണുന്ന ഈ സിനിമയിലാണ്. നന്നായി ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് നമ്മുടെ അപ്രീഷിയേറ്റ് ആ റിവ്യൂ ഇല്ലേ, അത് ജെന്യൂൻ റിവ്യൂ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ താങ്ക് യു ചേട്ടാ, താങ്ക് യു. അത് നമുക്ക് ഫീൽ ചെയ്യും അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ല ഫീലാണ്. ഇപ്പം ഞാൻ അടക്കമുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ഓഡിയൻസ് അബിയെ കാണാൻ തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ്, ഡാൻസിലൂടെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് റിയാലിറ്റി ഷോസിലേക്ക് വരുന്നത്. അപ്പം അവിടെ നിങ്ങളുടെ ഒരു കോംബോ, രഞ്ജിനി, കുഞ്ചു, അബി എന്നുള്ളൊരു കോംബോ ഭയങ്കര ഹിറ്റായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും യൂട്യൂബിലായാലും നിങ്ങളുടെ ഡാൻസ് ആയിരുന്നു. അപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് കണ്ണ് കെട്ടിയിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചു. കാരണം കണ്ണ് കാണാത്തവർ അങ്ങനെ ഡാൻസ് കളിക്കുന്ന ഓക്കെ, പക്ഷെ നമ്മൾ കണ്ണ് കണ്ട് ശീലിച്ച ഒരാൾ പെട്ടെന്ന് കണ്ണ് കെട്ടിയിട്ട് അത് സിങ്ക് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രത്യേകതകളാണ്. അപ്പം ആ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തും. എങ്ങനെയായിരുന്നു നിങ്ങളെ കോംബോ ഫസ്റ്റ് ആയത്? അത് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ അതോ ഷോയിലേക്ക് വന്നതിന് ശേഷം ആയതാണോ? ചേച്ചീൻ്റെ ഡാൻസർ എനിക്ക് അറിയാം, മുന്നേ അറിയാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മുമ്പേ ഇപ്പം ഞാനും ചേച്ചി നമ്മളൊരു സിങ്ക് ഉണ്ട് ഡാൻസ് കളിക്കുമ്പോൾ. ഇപ്പം ഞാൻ ചേച്ചി ക്ലാസിക്കലാണെങ്കിലും ഞാൻ വേറെ സ്റ്റൈലാണെങ്കിലും, പക്ഷേ രണ്ടുപേര് കളിക്കുമ്പോൾ ഒരു സിങ്ക് ഉണ്ട്, ലൈക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ചെയ്യില്ല, നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എഫേർട്ട് ഇട്ട്. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിക്കോട്ടെ, ആദ്യം ഈ മറ്റേ ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ ടിക്ടോക്കിലൊന്നും ഇല്ല, ഞാൻ അപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിങ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടിക്ടോക്കുള്ള സമയത്ത്. ഞാൻ എനിക്ക് ടിക്ടോക്ക് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞതല്ല, ലൈക്ക് എനിക്ക് അതിനോട്, കാരണം കുറേ കഷ്ടപ്പെട്ട് വേറെ കുറേ. അപ്പോൾ ഞാൻ നോർമലി ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ക്യാമിൽ പ്രോപ്പർലി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റീൽസ് വന്നപ്പോഴും ഞാനായിട്ട് തുടങ്ങിയതല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവരാണ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് ഞാൻ ചുമ്മാ ഞാൻ ആക്ടിങ് കണ്ടന്റ് എന്ന രീതിയിൽ ഞാൻ ഇടുന്ന വീഡിയോ ഇവരായിട്ട് പോസ്റ്റ് ചെയ്ത്, അങ്ങനെയാണ് ഇത് ആദ്യം കയറി വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാനും കുക്കും വൈറലായ തന്നെ എല്ലാവരും ഫ്രണ്ട് ക്യാമ വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് ക്യാമിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ സിനിമാറ്റിക് ഷോട്ട്സ് യൂസ് ചെയ്തിട്ട് ആ സമയത്ത് മൊബൈലിൽ iPhone 11 എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്ത് ഇറക്കിയപ്പോൾ ഗിംബലൊക്കെ യൂസ് ചെയ്തിട്ട് ഏത് സമയത്ത് 2019-20 ആ സമയത്ത് യൂസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ സംഭവം ഇങ്ങനെയൊക്കെ. പിന്നെ അതിപ്പോൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും എന്താണ് നമ്മളെ കൊണ്ട് മാക്സിമം, നമ്മുടെ അടുത്ത് മാക്സിമം എങ്ങനെയാണ് നമ്മളെ പിഴിയാൻ പറ്റുന്ന പരിപാടിയായിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെയാണ് കയറി. കാരണം കണ്ണ് കെട്ടിയിട്ട് കുറേ റിയാലിറ്റി ഷോയിൽ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതല്ലാതെ വേറെ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ ചേച്ചി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം, കണ്ണ് ചുമ്മാ കെട്ടി കളിച്ചിട്ട് കാര്യമില്ല, ഓക്കെ എന്നിട്ട് സെറ്റ് ഫുള്ള് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ സെൻസ് നമ്മൾ അവിടെ ഓഡിയൻസ് അല്ല, നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇരിക്കില്ലേ, അവിടെ നിന്നാണ് തുടങ്ങി കളിച്ച് സ്റ്റെപ്പിന്ന് താഴെ ചാടി. അതിന് നല്ല പണി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യണം, സ്റ്റേജിൽ തന്നെ ചെയ്ത് പഠിക്കണം. കാരണം കാൽക്കുലേഷൻസ് ആണല്ലോ. ഒരു 1 വീക്ക്, ഒരു 5 ദിവസം, 5-6 ദിവസം. കാരണം നമുക്കൊരു 5 ദിവസം ഇവിടെ കിട്ടിയായിരുന്നു, ലൈക്ക് സെറ്റിൽ. ആ സെറ്റിൽ തന്നെ നമുക്ക്, കാരണം നല്ല പണി. കാരണം ഈ സെറ്റ് നമ്മൾ കാണുന്ന പോലെ ഷൂട്ടുള്ള ദിവസം മാത്രമേ നല്ല ഭംഗിയിൽ AC ഇട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങൾ വൻ ചൂടായിരിക്കും, അതിനുള്ളിൽ ഫുൾ വെന്റിലേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ എക്സ്റ്റൻഷൻ എടുത്ത്, പിന്നെ ഷോ ഡയറക്ടർ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നല്ല രീതിയിൽ ചെയ്തത്. ആ സമയത്ത് കളിയാക്കിയിട്ടാണെങ്കിലും കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജിനെ സണ്ണിവേന്റെ കൂടെ കണ്ടതിനേക്കാളും കൂടുതൽ അബിയുടെ കൂടെയാണ് ഡാൻസിന്റെ വീഡിയോസിലായാലും റീൽസിലായാലും കണ്ടത്. അപ്പം അങ്ങനെയുള്ള കമന്റ് കേൾക്കുമ്പോഴും, അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൂടെ ഇവര് പിരിഞ്ഞോ എന്നുള്ളൊരു സാധനമാണ് ന്യൂസ്, ഓൺലൈൻ ന്യൂസ് തുറന്നാൽ ആ ഒരു ഇതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടോക്കി ന്യൂസോ കാണുന്ന സമയത്ത് ആ ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വരാറുണ്ടോ? ചിരി വരാറേ ഉള്ളൂ. കാരണം സണ്ണിച്ചിന് പുള്ളിക്കാരൻ ആക്ടർ, അപ്പം പുള്ളിക്കാരൻ ചേച്ചി ഡാൻസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രൊഫഷനിൽ ചേച്ചീൻ്റെ പ്രൊഫഷനിൽ നിൽക്കുന്നു. ഇതിപ്പോൾ പാട്ട് പാടാൻ നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും പാടിയില്ലെങ്കിൽ രണ്ടുപേരും നമ്മൾ പ്രശ്നമാണ്. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഞങ്ങൾ കോമഡി എടുപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ അനിയത്തിയും
ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നായിരുന്നു ആദ്യം എല്ലാവരും കമൻറ്റ് ചെയ്തതും ചോദിച്ച പരിപാടി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നില്ലേ? ഇതേപോലെയാണ് ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിരി വരുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് റാപ്പിഡ് ഫയർ. പണ്ട് പൃഥ്വിരാജിന്റെ വൈറലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് 10 വർഷം കഴിഞ്ഞാൽ പൃഥ്വിരാജ് എങ്ങനെ ഇരിക്കും. അപ്പം ആള് പറഞ്ഞ പോലെ ഏകദേശം അല്ല, ഓൾമോസ്റ്റ് അതേ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ അബിയുടെ ഒരു 10 വർഷം കഴിഞ്ഞ അബി എങ്ങനെയായിരിക്കും? അബി എന്ന പേഴ്സൺ ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ലൈക്ക് പറ്റും. കാരണം ഞാൻ ഒരു ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 2023 ലൈക്ക് ലാസ്റ്റ് ഇയർ ഞാൻ ഇങ്ങനെ നെക്സ്റ്റ് ഇയർ എൻ്റെ ഒരു സിനിമ മിനിമം ഒരു സിനിമ റിലീസ് ആയിരിക്കണം, ഒരു 3 സിനിമ ചെയ്യണം എന്നായിരുന്നു. കറക്റ്റ് 2022 സിനിമ ചെയ്തു, 23 റിലീസായി. അപ്പോൾ ഒബ്വിയസ്ലി ഒരു 10 വർഷത്തിൻ്റെ ബേസ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഭയങ്കര എഫേർട്ട് എടുക്കുന്നൊരു പേഴ്സണാണ്. നോളേജ് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെക്കൊണ്ട് കിട്ടുന്ന എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഗ്യാദർ ചെയ്യും. ഒബ്വിയസ്ലി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും ഫോർ ഷുവർ. വേറെ ഏതെങ്കിലും മീൻസ് ഇപ്പൊ തമിഴല്ലാണ്ട് വേറെ ഭാഷ ചെയ്യാൻ ആഗ്രഹമില്ലേ? എനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഭാഷയൊന്നുമല്ല. ഓക്കെ, പിന്നെ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഞാനൊരു 3 കാര്യം പറയാം. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഡാൻസ്, ഫിലിം ആക്ടിങ്, ഇൻസ്റ്റാഗ്രാം റീൽസ്, റീക്രിയേഷൻ. അങ്ങനെ അതിലേതാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം? ആർട്ട്, മൊത്തത്തിൽ എല്ലാം കൂടെ ആർട്ടാണ്. ഓക്കെ, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഡാൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ട്. ഹിപ്പ് ഹോപ്പ്, ക്ലാസിക്, കണ്ടംപററി, എല്ലാം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡാൻസ് മൊത്തത്തിൽ ഇപ്പോൾ ഡാൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്റ്റൈൽ ആ സ്റ്റൈൽ എനിക്ക് എല്ലാ സ്റ്റൈലും പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ അല്ല പ്രൊഫഷണലി, പക്ഷേ ഞാൻ ചേച്ചിൻ്റെ അടുത്തോട്ട് വന്ന സമയത്ത് ഞാൻ ക്ലാസിക്കൽ ഞാൻ പഠിച്ചത് എനിക്ക് കിട്ടേണ്ട സാധനങ്ങൾ. അപ്പോൾ കഥക്ക് ക്ലാസ് ഞാൻ ആക്ച്വലി കഥകളി ചെയ്യുമായിരുന്നു, കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അത് എവിടെയാണ് പഠിച്ചത്? സ്കൂൾ ടൈമിൽ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം അബിയുടെ റീൽ എടുത്ത് നോക്കിയാൽ ഒരുപാട് പേരുടെ കൂടെ പെയർ ചെയ്ത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഞാൻ 4 പേരുടെ പേര് പറയാം, അതിലും കൂടുതൽ ആൾക്കാരുണ്ട്, എന്നാലും കംഫർട്ട് ആയിട്ടുള്ള ഒരാളുടെ പേര്. രഞ്ജിനി കുഞ്ചു, അക്ഷയ, ശില്പ ബാല, മാളവിക. അക്ഷയ സിസ്റ്റർ ആയതുകൊണ്ടാണോ അതോ അല്ലെങ്കിൽ ബൈ പ്രൊഫഷൻ? സ്റ്റാർട്ട് ചെയ്തത് രണ്ടുപേരും ഒരുമിച്ചല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അക്ഷയ. കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ പടങ്ങൾ ഏതാണ്? അതായത് ഹൊറർ, ത്രില്ലർ, റൊമാൻറ്റിക് ഓർ ആക്ഷൻ? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ മൂവീസ്, അത് ഏത് ജോണർ ആയിക്കോട്ടെ, എനിക്ക് ആ ഒരു പടത്തിനൊരു ലൈഫ് വേണം പ്രോപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ ചില പടം കാണുമ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കില്ലേ, അപ്പോൾ എനിക്ക് ആ ഒരു സോൾഫുള്ളായിട്ട് കണക്ട് ആവുന്ന പടം ഇപ്പോൾ ഏത് ജോണറാണെങ്കിലും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ പ്രേമല് കണ്ടു, ബ്രഹ്മയോഗം കണ്ടു, മഞ്ഞുമേല കണ്ടു, അന്വേഷിപ്പിക്കുന്നു, എല്ലാ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന പ്രശ്നം. ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു കാണും. ഞാൻ ഈ പടം ആക്ച്വലി മഞ്ഞുമേലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി തിയേറ്ററിൽ കാണാം, ആദ്യം പോയി കണ്ടത്. എനിക്ക് കാണണം, ഫസ്റ്റ് കാണണം പറഞ്ഞ് ഞാൻ എൻ്റെ മൂവിയുടെ പ്രൊമോഷൻ ഞാൻ വയനാടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കോഴിക്കോട് പോയിട്ട് ഞാൻ ആദ്യം കണ്ടു തോന്നുന്നു. ഞാൻ വയനാട് നിന്ന് കോഴിക്കോട് വന്ന് എനിക്ക് കാണണം, എനിക്ക് കാണണം വേണ്ട. അപ്പോൾ ഞാൻ ഇത് 4 ജോണറാണ്, 4 പടച്ചാൽ അതിൻ്റേതായിട്ടൊരു സോൾഫുണ്ട്. ബ്രഹ്മയും കണ്ട് ഞാനൊക്കെ ആ അവസ്ഥയായി. മഞ്ജുമയിലാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ആ ഫീൽ കിട്ടും. പ്രേമലും ഇത്രയും കാലത്തിന് ശേഷം എന്ത് സൂപ്പറായിട്ടാണ് നസ്ലിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡബിങ് സീൻ ആയിട്ടുണ്ട്. എനിക്ക് ആ പടത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നസ്ലിൻ്റെ ഡബിങ് ആയിരുന്നു. ആ ഒരു സാധനം വേറെ ലെവലായിരുന്നു ആ കാര്യം. അത് ഭയങ്കര അത് പണിയാണ്. ചിലർക്ക് കിട്ടും നല്ല ലൈക്ക് ജന്മന കിട്ടും, ചിലർക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ നല്ല പണിയാണ്. ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ ഡബ് ചെയ്യാൻ നല്ല പണിയാണ്. കാരണം നമ്മൾ അഭിനയിച്ച് വെച്ച ആ ഒരു സിറ്റുവേഷനും പിന്നെ ചെയ്യുമ്പോഴും ഉള്ള ബുദ്ധിമുട്ട്. ആക്ച്വലി ഒരു 40% അഭിനയമുള്ളൂ, ബാലൻസ് 60% ഡബിങ്ങിലെ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഏത് ടൈപ്പ് ക്യാരക്ടറാന്ന് ചോദിച്ചിട്ട് കാര്യമല്ല, എല്ലാം ഇഷ്ടമാണ് എനിക്ക്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻറ്റൻസ് ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ നല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇൻറ്റൻസ് ഏത് രീതിയിലാണെങ്കിൽ എനിക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇപ്പോൾ വില്ലൻ എന്ന് മാത്രമല്ല, കൈൻഡ് ഓഫ് ആ ഒരു സൈ രീതിയിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കിയാലും കുറേ മോസ്റ്റ്ലി കണ്ട് നല്ല വേറെ മീൻസ് കുറച്ചുകൂടെ ഫീൽ ഗുഡ് ആയിട്ടുള്ള സാധനം ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക കുറച്ച് ഭയങ്കര ഫൈറ്റ്, കുറേ ബ്ലഡ് ഷെഡ് ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് റീക്രിയേഷൻ വീഡിയോസിലായാലും. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടറിനോട് ഒരു ചെറിയ താല്പര്യം കൂടുതലുണ്ട്. എനിക്കത് കുറച്ച് കംഫർട്ട് സോൺ കൂടുതലാണ്. എനിക്ക് ഈസി ഗോയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കരയുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള സീൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻ്റ്. കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കമൽഹാസൻ പുള്ളിക്കാരെ ഇങ്ങനെ
ഒരു 3 സെക്കൻഡിലൊക്കെ കരയാം. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തത് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇതാണ്ടോ എനിക്ക് ഈ വന്നു ഇനി ഇതെനിക്ക് ആക്ച്വലി എൻ്റെ കംഫർട്ട് സോണാണ്. അപ്പോൾ കരയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് ഭയങ്കര ഇതെനിക്ക് കംഫർട്ട് സോണാണ്. അപ്പോൾ എനിക്ക് ഈസിയാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനത്തെ സംഭവം. അപ്പം ഞാൻ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീഡിയോൻ്റെ അകത്ത് കുറേ എക്സ്പ്രഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ. അപ്പം ഇതുപോലെ ഞാൻ ഒരു 6 എക്സ്പ്രഷൻ പറയാം ജസ്റ്റ്. അപ്പം അത് ആ ഒരു ഫ്ലോയിൽ ചെയ്യണം. ജസ്റ്റ് കുറച്ച് ഓരോ 2 സെക്കൻഡ് ചുമ്മാ ചെയ്യുന്നേ. ഓക്കെ. ആംഗ്രി ഫസ്റ്റ് ആംഗ്രി വേണം. ശരി ഓക്കെ 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 1 സെക്കൻഡ്. ആംഗ്രി. ഡൗട്ട്. carelessness, flirting, fear, wonder, cry, ഓക്കെ ഞാൻ കരയും ചിലപ്പോൾ. അല്ല എനിക്കൊരാൾ കരയുന്ന കണ്ടാൽ പെട്ടെന്ന് കരച്ചിൽ വരും. ഓക്കെ ജസ്റ്റ് വാവ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചു. കാരണം ഇങ്ങനെ പെട്ടെന്ന് എക്സ്പ്രഷൻ മാറ്റുക അതിലെനിക്ക് ഭയങ്കര രൗദ്രം, അതിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ആ സാധനം ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി അതിൽ ചെയ്തതും നമ്മൾ ആക്ച്വലി ഇപ്പോൾ മൂവി ചെയ്യുന്നതും തമ്മിലൊരു ബന്ധമില്ല. കാരണം മൂവിയിൽ അത്രയ്ക്ക് ആവശ്യമില്ല. ഇപ്പം അതിൽ നമ്മൾ രൗദ്രം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ജനറൽ ഓഡിയൻസിന് കണക്ട് ആവാൻ. ഇപ്പോൾ ദേഷ്യം എന്ന് പറയുമ്പോൾ ചിലവർ ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ഇത് കൊടുത്താലും ദേഷ്യമാണ്. അപ്പോൾ ജനറൽ ഓഡിയൻസിന് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ മൂവിയിലേക്ക് ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ആവശ്യമുള്ള മീറ്ററിൽ ചെയ്യാൻ പാടുള്ളൂ, ആവശ്യമുള്ള രീതിക്ക്. ഫേവറേറ്റ് ആക്ടർ ആരാണ്? കുറേ അങ്ങനെ ഞാൻ പറയുന്നതല്ല. കാരണം ഞാൻ എൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെ നിന്നും ഭയങ്കര എടുക്കാൻ ഇഷ്ടം. അപ്പം എനിക്ക് ഫസ്റ്റ് അങ്ങനെ നിൽക്കുവാണെങ്കിൽ OG എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത് എനിക്ക് കമൽഹാസൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ ഓരോ സിനിമയ്ക്കും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇൻ ദ സെൻസ് ഫസ്റ്റ് പുള്ളിക്കാരൻ ലൈക്ക് അങ്ങനത്തെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് ഫസ്റ്റ് ഇതൊക്കെ കുറേ കൊണ്ടുവന്നത് കുറേ ടൈം. അപ്പോൾ ഏത് സിനിമയിലും അറിയോ മറ്റേ ബ്ലൂ സ്ക്രീനൊക്കെ ഫസ്റ്റ് പുള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ ഡിജിറ്റൽ റെക്കോർഡിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ. പക്ഷെ എനിക്ക് വേറെ രീതി നോക്കുകയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ ഭയങ്കര ഡബ്ബിങ് എനിക്കിഷ്ടമാണ്. എനിക്ക് പുള്ളിക്കാരൻ്റെ ഡബ്ബിങ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഡബ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ആ വേഴ്സിൽ, കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ എനിക്ക് ഓരോന്ന് ഭയങ്കര. ഇപ്പോൾ എനിക്ക് തമിഴിൽ വിക്രം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ചെയ്യാത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് അതേപോലെ കുറേ ആക്ടേഴ്സിൻ്റെ നിന്ന് എനിക്ക് ഓരോ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടിൽ നാട്ടിൽ ലാലേട്ടൻ ഫാനായിരുന്നു. ലൈക്ക് പക്ഷേ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവരെല്ലാവരുടെ അടുത്ത് എനിക്ക് അത് വേണം, കുറച്ച് കിട്ടിയാൽ കൊള്ളാം. വർക്ക് ചെയ്യാനല്ലോ ഇപ്പം ഈ ഒരു യൂത്തിന്റെ ഇടയിലാണെങ്കിലും ഇനി അല്ല. എനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചിട്ട് ഇൻ ദ സെൻസ് ഞാൻ ഇങ്ങനെ ഈ ശോഭന ചേച്ചിനെയും ഇഷ്ടമാണ്, ഊർവശി ചേച്ചിനെയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം മലയാളം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്ന 2 ആൾക്കാരാണ് ഇവർ 2 പേര്. കാരണം ഏത് സിനിമയാണ് എനിക്ക് ശോഭന ചേച്ചിൻ്റെ ലൈക്ക് മനസ്സിൽ അതല്ലാതെ എനിക്ക് ഊർവശി ചേച്ചിൻ്റെ ഇപ്പോൾ കുറേ ഈ മറ്റേ ലൈക്ക് പുള്ളിക്കാരുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ്സ് ഇല്ല, മറ്റേ നമ്മുടെ അച്ചുവിൻ്റെ അമ്മയിലൊക്കെ പുള്ളിക്കാരി ചെയ്ത് വെച്ച സാധനം. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഏത് ഒരു റീൽസിൽ ഡങ്കിയിൽ അതിലൊരു ആക്ട്രസ് അതിലത്തെ ആക്ട്രസ് മറ്റേ ഇംഗ്ലീഷ് പറയാൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു സീൻ കണ്ടായിരുന്നു ഞാൻ. അച്ചുവിൻ്റെ അമ്മയിൽ പുള്ളിക്കാരി. അപ്പോൾ ഇത് നോക്കുമ്പോൾ അതേപോലെ പുള്ളിക്കാരി പണ്ട് മുതലേ ഒരു സീൻ്റെ ആ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഏതാ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പുള്ളിക്കാരിയുടെ കുറേ സിനിമയുണ്ട്. ഇപ്പം തമിഴിൽ തന്നെ മറ്റേ സൂര്യരെ പോട്ടത്തെ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അപ്പം അതേ പെർഫോമൻസ് ഒരു 10-15 കൊല്ലം മുമ്പ് SMS എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് ജീവയുടെ പഴയത്. അതിൽ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആ പഴയത്. അപ്പോൾ
അതിൽ പുള്ളിക്കാരി ഇങ്ങനെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ ഇപ്പോൾ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നല്ല വണ്ടർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യെസ്. ഋഷി ശോഭന. ഓക്കെ. ഫേവറേറ്റ് സോങ് പ്ലേസിലായാലും എപ്പോഴും ഞാൻ അങ്ങനെ പാട്ട് കേൾക്കുന്ന ആളാണ്? പാട്ട് കേൾക്കും, കാരണം ഡാൻസർ അല്ലേ. പക്ഷെ എനിക്കിങ്ങനെ ഫേവറേറ്റ് സോങ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറ്റേ തമിഴിൽ AR റഹ്മാൻ സാറിൻ്റെ ഒരു പഴയ മ്യൂസിക് ഉണ്ട്, ലൈക്ക് മാർഗഴി തിങ്കളല്ലവ. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒരുപാട് ലേയേഴ്സ് കാര്യങ്ങളുണ്ടാവും. അതേപോലെ മലയാളത്തിൽ നമ്മുടെ ആറാം തമ്പുരാനത്തെ ഓൾമോസ്റ്റ് എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടമാണ്. ഹരിഹുമൂർ ആ സംഭവമൊക്കെ വേറെ ലെവൽ സാധനം, അങ്ങനെ ഇഷ്ടമാണ്. ഓക്കെ. അപ്പം ലാസ്റ്റായിട്ട് അപ്പം ഒരു ആസ് എ ഡാൻസറാണ് അബി എല്ലാവരും ഫസ്റ്റ് തിരിച്ചറിഞ്ഞത്. ഇപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാവരും തിരിച്ചറിഞ്ഞത്. അപ്പം ഏതാണ് കുറച്ചുകൂടെ ആഗ്രഹം? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആക്ടർ ആയിട്ട് സിനിമയിലേക്ക് വരുന്നതും ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ സിനിമയിലേക്ക് വരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? അങ്ങനെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒരു റീസൺ വാസ് ലൈക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ എനിക്ക് ആസ് ആൻ ആക്ടറായിട്ട് ലൈക്ക് ഞാൻ ഡാൻസറാണെന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും എനിക്ക് ഇനി പ്രൂവ് ചെയ്യാൻ ആഗ്രഹവും ആവശ്യമുള്ളത് എനിക്ക് ആസ് ആൻ ആക്ടർ ഐ ഹാവ് ടു പ്രൂവ് എ ലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആസ് ആൻ ആക്ടർ എനിക്ക് നല്ല രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവണം. അല്ലാതെ എനിക്ക് ഡാൻസ് വിട്ടിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്, ചെയ്യാറുണ്ട്, കൊറിയോ ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ആസ് ആൻ ആക്ടർ ആയിട്ടാണ്. അപ്പോൾ ഐ ഹാവ് ടു, അതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം ഒരു സിറ്റുവേഷൻ, അതായത് അബിയുടെ ലൈഫിൽ ഒരുപാട് നല്ല ചെറിഷിങ് മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ആഘോഷിക്കപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ഗോ ബാക്ക്, ഒരു ടൈം ട്രാവൽ പോലെ ഒരു ചാൻസ് കിട്ടുമെന്ന് വരിക, ജസ്റ്റ് ഇമാജിൻ. അങ്ങനെയാണെങ്കിൽ ഏതൊരു മൊമെന്റിലേക്കായിരിക്കും പോവുക? അങ്ങനെ പോവുകയാണെങ്കിൽ അല്ല, ഇപ്പോൾ നടന്നത് എല്ലാത്തിനും ഓരോ റീസൺ കൊണ്ട്. ഞാനിപ്പോൾ ആലോചിച്ചത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം ഓരോന്നും കണക്റ്റഡ് ആണ്. ഇൻ ദ സെൻസ് നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ട്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 3 വർഷം ജോബിന് പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പോയി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു 3 വർഷം ഞാൻ ഉണ്ടാക്കിയ ആ റിയലൈസേഷനും കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു 3 കൊല്ലം വേസ്റ്റാക്കി പോയല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നില്ലെങ്കിൽ മേ ബി ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. കാരണം അത്ര എനിക്ക് ഒരു പുഷ് കിട്ടിയിട്ടുണ്ടാവില്ല മേ ബി. അപ്പം നടന്ന കാര്യങ്ങൾ നമ്മൾ പോയി അങ്ങനെ ഒരുപാട് ചെയ്യാനല്ല. അതായത് ആ ഒരു മൊമെന്റ് എനിക്ക് നമ്മളിപ്പോൾ വിചാരിക്കില്ല, എനിക്ക് കുട്ടിക്കാലത്ത് പോയിട്ട് എനിക്ക് അവിടെ ആ ഒരു ടൂർ ഒന്നുകൂടെ പോകണമായിരുന്നു, കുറച്ചുകൂടെ ആ ഒരു ഹാപ്പിനെസ് ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള. എനിക്കൊരു ചെറുപ്പത്തിലേക്ക് പോയി. കാരണം അമ്മൂമ്മ അപ്പൂപ്പൻ എനിക്ക് ഭയങ്കര കണക്ഷൻ ഉള്ള പേഴ്സൺ. കാരണം ഞാൻ എൻ്റെ അമ്മനെക്കാട്ടിലും ലൈക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ അമ്മയും നമ്മുടെ അച്ഛനായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉള്ള ടൈം എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സീരിയസ്ലി. കാരണം എന്നെ വളർത്തിയത് ആക്ച്വലി അവരായിരുന്നു. അപ്പം അനിയത്തി വന്ന സമയത്ത് നമ്മൾ ഈ അമ്മമാരുടെ അടുത്തധികം പോരുത്, കുട്ടീനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ച് കിടത്തുന്നൊക്കെ പുള്ളിക്കായിരുന്നു. അപ്പം അമ്മൂമ്മയാണ് എന്നെ വളർത്തിയതൊക്കെ. അപ്പം എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു ഓക്കെ. അപ്പം എന്തായാലും പുതിയ പ്രൊജക്ട്സ് ഇപ്പം വരുന്നില്ലേ? തമിഴിലാണോ മലയാളത്തിലാണോ പ്രൊജക്ട്സ് ഉള്ളത്? അടുത്തത് തമിഴിലാണ്. അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. മേ ബി നെക്സ്റ്റ് മന്ത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് മലയാളത്തിലും ഒരുപാട് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. തമിഴിലേക്ക് മാത്രമായിട്ട് പോയത് എനിക്ക് ആക്ച്വലി രണ്ടിനും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് നമുക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ ഒരിക്കൽ ഒബ്വിയസ്ലി ഞാൻ മിസ് ചെയ്യാത്ത ഒരാളാണ്. ഏതൊരു ചാൻസും എനിക്ക് മിസ് ചെയ്യാൻ താല്പര്യമില്ല. So happy to talk with you. Same to you. Thank you. Thank you. Okay.